ജനങ്ങൾ പാർട്ടിയും നേതാവ് ജനകീയനുമാകുന്നത് ആ നേതാവിന്റെ പേര് ഉമ്മൻചാണ്ടി എന്നാകുമ്പോഴാണ്. രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ സന്ധിയില്ലാ സമരം ചെയ്യുന്ന ഉമ്മൻചാണ്ടി 71ന്റെ നിറവിലേക്ക്. സ്വന്തം പിതാവിനെതിരെ സമരം ചെയ്താണ് രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി പിച്ചവച്ചതെന്നു പറയാം. പുതുപ്പള്ളിയിൽ മുത്തച്ഛൻ VJ ഉമ്മന്റെ പേരിലുള്ള സ്കൂളിൽ ഹെഡ്മാസ്റ്ററായിരുന്ന KO ചാണ്ടിയുടെ മുന്നിലായിരുന്നു ആദ്യ സമര തുടക്കം. വിമോചന സമരകാലത്ത് KSU ആഹ്വാനം ചെയ്ത സമരത്തിനിറങ്ങിയതായിരുന്നു ഉമ്മൻചാണ്ടി. ചൂരലുമായി ഹെഡ്മാസ്റ്റർ പാഞ്ഞു വന്നപ്പോൾ ഉമ്മൻചാണ്ടി വരാന്തയിലേക്ക് എടുത്തുചാടി. വീണത് കുപ്പിച്ചിലിലേക്ക്. കാൽ പിളർന്ന് രക്തമൊഴുകി. വരാനിരിക്കുന്ന സമര പരമ്പരകളിലേക്കുള്ള ചോര തുടക്കമായി അത്. AK ആന്റണിയുടെ പിന്നിൽ രണ്ടാമനായി ഒതുങ്ങി നിന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വളർച്ച. കോൺഗ്രസിലെ തിരുത്തൽ ശക്തിയായി KSUവിനെ മാറ്റിയതിൽ വയലാർ രവിക്കും ആന്റണിക്കുമൊപ്പം നിർണായക പങ്കുവഹിച്ച ഉമ്മൻചാണ്ടി എന്നാൽ ഇരുവരെയും പോലെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറ്റിയില്ല. എന്നും കേരളം തന്നെ തട്ടകം. 27ാം വയസ്സിൽ MLA ആയി. പിന്നെ 10 ജയങ്ങൾ, എല്ലാം പുതുപ്പള്ളിയിൽ നിന്ന്. 34ാം വയസ്സിൽ തൊഴിൽ മന്ത്രിയായപ്പോൾ 40ഓളം യൂണിയനുകളുടെ പ്രസിഡന്റായിരുന്നു ഉമ്മൻചാണ്ടി. അന്ന് തൊഴിലില്ലായ്മ വേതനവും തൊഴിലാളി ക്ഷേമ നിയമവും ഏർപ്പെടുത്തിയത് അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഭരണത്തിന് മനുഷ്യമുഖം നൽകാൻ ശ്രമിക്കുന്നുവെന്നതാണ് സ്വന്തം ഭരണത്തെക്കുറിച്ചുള്ള ഉമ്മൻചാണ്ടിയുടെ തന്നെ വിലയിരുത്തൽ. 2500 കോടി രൂപയുടെ മെട്രോ പദ്ധതിയുടെ പ്രാധാന്യം തന്നെ ആശ്രയ പദ്ധതിക്കും നൽകുകയാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. ജനസമ്പർക്ക പരിപാടിയുടെ വിജയത്തിന് പിന്നിലും മാനുഷിക പരിഗണനയാണ്. ഒരേ നിൽപ്പിൽ 10,000കണക്കിന് പരാതികളിൽ തീർപ്പ് കൽപ്പിച്ചപ്പോൾ വില്ലേജ് ഓഫീസറുടെ ജോലി മുഖ്യമന്ത്രി ഏറ്റെടുക്കുന്നുവെന്ന ആക്ഷേപം ഉയർന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ നിലപാടിൽ മാറ്റമുണ്ടായില്ല. ജനസമ്പർക്ക പരിപാടി 14 ജില്ലകളും പിന്നിട്ടപ്പോൾ മുഖ്യമന്ത്രിയുടെ ആരോഗ്യത്തെ വരെ അത് ബാധിച്ചു. ദാവോസിൽ മുൻപുണ്ടായ വീഴ്ചയുടെ ബാക്കി പത്രമായി നിന്ന അസ്വാരസ്യങ്ങൾ വീണ്ടും തലപൊക്കി. കാൽവേദന അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിച്ച മരുന്ന് വിശ്രമമാണ്. എന്നാൽ വിശ്രമമൊഴിച്ച് എന്തും ചെയ്യാമെന്ന നിലയിലാണ് മുഖ്യമന്ത്രി. ഭക്ഷണം മാറ്റിവെക്കുക എന്നതാണ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ സൗകര്യം. തിരക്ക് കൂടുമ്പോഴൊക്കെ മറക്കുന്നതും ഭക്ഷണം തന്നെ. ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ ഏറ്റവും എളുപ്പത്തിൽ എടുക്കാവുന്ന തീരുമാനം ഭക്ഷണം മാറ്റിവെക്കലാണെന്ന് ഉമ്മൻചാണ്ടി പറയും. എവിടെ പോകുമ്പോഴും വസ്ത്രം മറന്നാലും ഉമ്മൻചാണ്ടിയുടെ പെട്ടിയിൽ ഉണ്ടാകുമെന്നുറപ്പുള്ള ഒരു കാര്യമുണ്ട്: ഒരു കൊച്ചു വേദപുസ്തകം. ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും വേദപാരായണത്തിലാണ്. സോളാറിലും കല്ലേറിലും പാമോലിനിലും തളരാതെ മുന്നോട്ടു പോകാൻ കഴിയുന്നതും അടിയുറച്ച ആത്മവിശ്വാസം ഒന്നുകൊണ്ട് തന്നെയാണ്. എടുത്തു പറയത്തക്ക വ്യായാമം ഒന്നും തന്നെ മുഖ്യമന്ത്രിക്കില്ല. ആൾക്കൂട്ടമൊഴിഞ്ഞ് ഉമ്മൻചാണ്ടിയെ കാണുക അസാധ്യം. നിയമസഭയിലായാൽ MLAമാരാകും ചുറ്റിനും. ആൾക്കൂട്ടമായി മുഖ്യമന്ത്രി മാറുന്ന ഏക സംസ്ഥാനമായി കേരളം മാറുന്നതിന്റെ കാരണവും ഇതുതന്നെ. മുഖ്യമന്ത്രിക്ക് പിറന്നാൾ ആശംസകൾ. ന്യൂസ് ഡെസ്ക്, ഏഷ്യനെറ്റ് റേഡിയോ.